അല്ല അതവിടെയാണ് പൊതുവേ ഞാനിങ്ങനെ രാഷ്ട്രീയപരമായ ഒരു വിഷയം സംസാരിക്കാറില്ല, ഒന്നും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരാൾ പരാതി കൊടുക്കുന്നു, ആ പരാതിയിൽ അന്വേഷണം തുടങ്ങാതെ കൗണ്ടർ ഒരു പരാതി കൊടുക്കുന്നു, അതായത് പരാതിക്കാർ കൊണ്ട് കൊടുക്കുന്ന പരാതി. അപ്പം നമ്മുടെ പരാതിയെ താത്തി വെച്ചിട്ട് ആ പരാതിക്കാരുടെ പരാതി അന്വേഷിക്കുകയും അതിൽ എഫ് ഐ ആർ ഇടുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ചരിത്രത്തിൽ അങ്ങനെ എത്രയിടത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതും ഇട്ട വകുപ്പുകളെല്ലാം നോൺ വെയിലബിളും ആയിരുന്നു. യാതൊരു തെളിവില്ലാതെ നമ്മളൊരു അറസ്റ്റിലോട്ട് പോകുന്നൊരു ഇതുണ്ടാക്കുമ്പോൾ, അതും ഇതിൽ രണ്ടാം പ്രതിയായിരിക്കുന്ന ഇവള് അന്ന് 9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയപരമായ ഒരു മോശവശം കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഭാഗത്ത് എന്തോ ആയിക്കോട്ടെ, ഇപ്പം തന്നെ ഈ വിഷയം നടന്നപ്പോഴൊക്കെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രതികരണവും അന്ന് മീഡിയ സഹായിച്ചതൊക്കെ ഒരു വളരെയധികം സന്തോഷം, അത്ഭുതം വരെ ഉളവാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പക്വതയുടെ ആ ഉയർച്ചയാണ് കാണിച്ചത്. എന്തുമാത്രം പക്വത വന്നുകൊണ്ടാണ് അവിടെ മതം, രാഷ്ട്രീയം, ജാതി ഒന്നും നമ്മുടെ ശത്രുക്കൾ പോലും ഒരളവ് വരെ നമ്മളെ പിന്തുണച്ചതായിട്ട് കണ്ടു. അതുകൊണ്ട് ഇതെല്ലാം നോക്കുന്ന വെച്ചാൽ നല്ലൊരു കാര്യം, അതായത് പൊതുസമൂഹത്തിനിടെ നല്ലൊരു വളർച്ച സംഭവിച്ചിട്ടുണ്ട്. പൊതുജനം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്രയം തേടിപ്പോകുന്ന സ്ഥലമാണ്, സാധാരണ ജനം തൊട്ട് ഏറ്റവും ഉയർന്നവർ വരെ. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആശ്രയം കൊടുക്കേണ്ടവർ, അവർക്ക് ആശ്വാസം കൊടുക്കേണ്ടവർ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അന്ന് ഈ കേസിൽ പ്രവർത്തിച്ചത് ആശ്വാസത്തിന് പകരം നമുക്കൊരു വലിയൊരു ശിക്ഷ തരുന്ന രീതിയിലായിരുന്നു അവർ പ്രവർത്തിച്ചത്. അത്തരം പ്രവർത്തനം അത് ഒന്നടങ്കം പോലീസ് സേനയുടെ തകരാറല്ല. പോലീസ് സേന നല്ലത്, അതിനകത്ത് കുറച്ച് മോശം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇതിന് ഇടപെടലിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അത്തരം പ്രവർത്തികൾ പോലീസ് സേനയ്ക്ക് തന്നെ വലിയ ദോഷം ചെയ്യും.